ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുങ്ഫു പാണ്ട ഫ്രാഞ്ചൈസ് ഒട്ടുമിക്ക എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രാഞ്ചൈസാണ്. ടോട്ടലി 3 സിനിമകളായിരുന്നു ഈ ഒരു ഫ്രാഞ്ചൈസിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ടുള്ള കുങ്ഫു പാണ്ട 4 പുറത്തിറങ്ങിയിരിക്കുകയാണ്. സോ ഈ സിനിമയുടെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അധികം സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. സോ കുങ്ഫു പാണ്ട 4. സോ ഫസ്റ്റ് ഓഫ് ഓൾ സിനിമ എങ്ങനെയുണ്ടെന്ന് ഒറ്റവാക്കി പറയുവാണെങ്കിൽ മറ്റുള്ള കുങ്ഫു പാണ്ട സിനിമകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ബട്ട് സ്റ്റിൽ കണ്ടിരിക്കാം. നമ്മൾ കുങ്ഫു പാണ്ട സിനിമകൾ കാണാൻ പോകുമ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അത്യാവശ്യം കോമഡീസ്, കിടിലൻ ആക്ഷൻ സീക്വൻസുകൾ, നല്ല ആനിമേഷൻ, അതെല്ലാം തന്നെ ഈ സിനിമയിലും ഉണ്ട്. ബട്ട് നമ്മൾ പഴയ ആ കുങ്ഫു പാണ്ട സിനിമകൾ കാണുമ്പോൾ ഒരു ലെജൻഡറി ഫീല് കിട്ടുമായിരുന്നു. ബട്ട് ഇതിലത് തീരെയില്ല. ഇങ്ങനെ എന്താ പറയുക, കണ്ടിരിക്കാം. അത്യാവശ്യം ഫണ്ണായിട്ടൊരു 1.5 മണിക്കൂർ എൻഗേജിങ് ആയി കാണാൻ പറ്റിയൊരു പടം. സോ സിനിമയുടെ ഒരു സ്റ്റോറിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രാഗൺ വാരിയറിൽ നിന്ന് മാറാൻ പോവാണ്. സോ പുതിയതായിട്ട് ഒരാളെ ഡ്രാഗൺ വാരിയർ ആക്കണം. സോ പുള്ളിയുടെ ഒരു സക്സസറിനെ നോക്കി പോവാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു പുതിയ വില്ലനും വരുവാണ്. ആരുടെ രൂപം വേണമെങ്കിലും എടുക്കാൻ പറ്റുന്നൊരു വില്ലൻ. സോ ഈ വില്ലനെ തടയാൻ നോക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെയാണ് സിനിമയുടെ ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത്. ഭയങ്കരധികം ഫ്ലാറ്റായിട്ടാണ് സ്റ്റോറി പോകുന്നത്. സീൻ ബൈ സീൻ എന്താണ് സംഭവിക്കുകയെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതൊന്നും വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല. ഒരു ആക്ഷൻ അഡ്വഞ്ചർ മോഡിലായതുകൊണ്ട് തന്നെ ഇങ്ങനെ രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റും. പക്ഷേ ഈ സിനിമ ഏറ്റവും കൂടുതൽ ഫെയിലായതെന്ന് എനിക്ക് തോന്നിയത് ഇതിലെ വില്ലൻ ക്യാരക്ടറിലാണ്. ഞാൻ ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹൈപ്പായിരുന്നു ഇതിൻ്റെ വില്ലനെ കാണാനും പുള്ളിയുടെ ബാക്ക് സ്റ്റോറി അറിയാനും ഒക്കെ. ബട്ട് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തീരെ എന്താ പറയുക, ഒരു പഞ്ചില്ലാത്ത വില്ലനായിപ്പോയി. നമ്മളിപ്പോൾ മറ്റ് കുങ്ഫു പാണ്ട ഫിലിംസ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ സിനിമകളുടെയൊക്കെ ഒരു കോറെന്ന് പറയുന്നത് തന്നെ അതിലെ വില്ലൻസ് ആയിരുന്നു. ഇപ്പോൾ ടായിലങ് ആയാലും ഷെൻ ആയാലും പിന്നെ എൻ്റെ ഫേവറേറ്റ് കായിയാണ്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ വൻ കിടുവായിരുന്നു. അവരുടെ ആറ്റിറ്റ്യൂഡും പവറും ഒക്കെ പൊളിയായിരുന്നു. ബട്ട് ഇതിലോട്ട് വരുമ്പോൾ ഒന്നും തന്നെ ആ വില്ലൻ ക്യാരക്ടറിനോട് നമുക്ക് തോന്നത്തില്ല. ആ ഒരു ബിൽഡപ്പിന് കൊടുത്ത ഒന്നും തന്നെ ആ ക്യാരക്ടറിന് ഇല്ലായിരുന്നു. നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് അവർ പഴയ ഒരുപാട് മെയിൻ വില്ലൻസിനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. പക്ഷെ അതൊക്കെ ചീറ്റിപ്പോയ പടക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രോമാഞ്ചമൊക്കെ വരുത്തുന്ന ഒരുപാട് സീനുകൾ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ നടക്കാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ആൻഡ് സിനിമയുടെ മറ്റൊരു വലിയ നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഫ്യൂരിയസ് 5 ഇല്ല. അവരത്രയും പേരും ഇല്ലാത്തതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യും. ബട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലപോലെ എൻജോയ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആനിമേഷനൊക്കെ ടോപ്പ് നോച്ച് ആയിരുന്നു. ഒരു സ്ഥലത്ത് പോലും ക്വാളിറ്റി കുറയുന്നതായിട്ട് തോന്നത്തില്ല. അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസുകളും അടിപൊളി തന്നെയായിരുന്നു. നമ്മൾ മറ്റ് സിനിമകളിൽ കണ്ട അതേ ടൈപ്പ് മാർഷ്യൽ ആർട്സ് ഫൈറ്റ് സീക്വൻസുകളാണ് ഇതിനകത്തും ഉള്ളത്. അതൊക്കെ നല്ലപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യം എടുത്താൽ അത്യാവശ്യം നല്ലപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഒരു കിടിലനായിട്ടുള്ള സൗണ്ട് ട്രാക്സ് ഒന്നും സിനിമയിലില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ കുങ്ഫു പാണ്ട 3 എടുത്താൽ അതിനകത്തെ കായയുടെ മ്യൂസിക്കൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കിടിലൻ ഐറ്റമായിരുന്നു. അതേപോലെ ഒരു സൗണ്ട് ട്രാക്ക് ഒന്നും ഇതിലില്ലായിരുന്നു. ആൻഡ് സിനിമ നല്ലപോലെ ഹിറ്റായിട്ടുണ്ട്. പുറത്തൊക്കെ ഭയങ്കര ഹിറ്റാണ്. കളക്ഷൻസൊക്കെ ഇങ്ങനെ വാരി കൂട്ടുവാണ്. കാരണം അത്രയധികം ഫാൻസാണ് ഈ ഒരു ഫ്രാഞ്ചൈസിനുള്ളത്. സോ ഇതാണോ കുങ്ഫു പാണ്ട ഫ്രാഞ്ചൈസിൻ്റെ അവസാനത്തെ സിനിമ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അടുത്തൊരു സിനിമയ്ക്ക് ചാൻസ് ഇല്ലെന്നും പറയാം, ഉണ്ടെന്നും പറയാം. സോ എന്തായാലും കുഴപ്പമില്ലാത്ത അത്യാവശ്യം എൻജോയ് ചെയ്ത് തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു ഫൺ റൈഡായിട്ടാണ് എനിക്ക് കുങ്ഫു പാണ്ട 4 ഫീൽ ചെയ്തത്. നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്